കൊച്ചിയിലേക്ക് പോവുകയാണ് തിയോഫിൻ. ഒരിക്കൽ കൂടി വിവരങ്ങളുമായി ചേരുന്നത് തിയോഫിൻ. ദിലീപ് ഉൾപ്പെടെ 10 പേർ പ്രതിയായ കേസിലെ വിധിയാണ് 11 മണിയോടെ ഉണ്ടാവുക. എന്തായാലും ദിലീപ് ഉൾപ്പെടെയുള്ളവർ കോടതിയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആര്യ, നമ്മൾ ഇപ്പോൾ ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികൾ, അതായത് ഇവർക്കെല്ലാം, ഈ പ്രതികളെല്ലാം ഇന്ന് കോടതിയിൽ ഹാജരാകേണ്ടതാണ്. നിർണായക വിധിയാണെന്നതുകൊണ്ട് തന്നെ ദിലീപ് വീട്ടിൽ നിന്നും ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് പുറപ്പെട്ടു. ഇപ്പോൾ ആലുവയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള റോഡിൽ ഈ ദേശീയപാതയിലേക്ക് വാഹനം എത്തിയിട്ടുണ്ട്. അതിന് പിന്നാലെ തന്നെ 2 വാഹനങ്ങളിലായി 3 വാഹനങ്ങളാണ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. 2 ഇന്നോവ കാറുകളും മറ്റൊരു കാറുമുണ്ട്. ഈ കാറുകളിൽ ഒന്നിൽ ദിലീപിൻ്റെ അനുജനുണ്ട്. ആദ്യം പോയ വാഹനത്തിൽ ദിലീപിനൊപ്പം ദിലീപിൻ്റെ അടുത്ത സുഹൃത്തായ ശരത്ത്, നമ്മൾ നേരത്തെ അറിയാം ബാലേന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തലിൽ VIP എന്ന് പറഞ്ഞിരുന്നത് ഈ ശരത്തിനെയായിരുന്നു. ശരത്തും ദിലീപും ആദ്യ വാഹനത്തിൽ, അതിന് പിന്നാലെ ദിലീപിൻ്റെ സഹോദരൻ അനൂപും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ മറ്റൊരു വാഹനത്തിലുണ്ട്, രണ്ടാമത്തെ വാഹനത്തിലുണ്ട്. അങ്ങനെ 2 വാഹനങ്ങളിലായാണ് ഇവർ കോടതിയിലേക്ക് പോകാനായി പുറപ്പെട്ടിട്ടുള്ളത്. കാരണം ഇനി അഭിഭാഷകനെ കാണുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൂടി കരുതിയാണ് ഈ 9:30 തന്നെ പുറപ്പെട്ടത്. നേരത്തെ തന്നെ നമുക്കറിയാമായിരുന്നു 9:30 ഇവർക്ക് പുറപ്പെടേണ്ടതുണ്ട്. അതിൻ്റെ ഒരു ഇവർക്ക് ഈ ഇത്തരം കാര്യങ്ങൾ പൂർത്തിയാക്കി കോടതിയിൽ എത്തേണ്ട ഒരു സമയം കണക്കാക്കിയാൽ ആലുവയിലുള്ള വീട്ടിൽ നിന്നും പുറപ്പെട്ട് ഈ അഭിഭാഷകരെ കണ്ട ശേഷം ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതിനിടയിൽ ദിലീപിൻ്റെ ഒരു സാധാരണ രീതി അനുസരിച്ചാണെങ്കിൽ ദിലീപ് ഒരു പക്ഷേ ക്ഷേത്രത്തിലൊക്കെ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും നിലവിൽ നമ്മൾ ഇവർ പോകുന്ന വാഹനത്തിന് പിന്നാലെയുണ്ട്. ദിലീപിൻ്റെ വാഹനം അല്പം മുന്നിലാണ്. അതിന് പിന്നിൽ അനൂപ് ഉൾപ്പെടെയുള്ളവർ പോകുന്ന വാഹനത്തിൻ്റെ പിറകിലായാണ് നമുക്ക് പോകാൻ കഴിയുന്നത്. അതിന് പിന്നിലുണ്ട്. ഈ വാഹനങ്ങൾ പോകുന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടെ കാണാൻ പറ്റും. വീട്ടിൽ ഇന്ന് രാവിലെ നമ്മൾ മാധ്യമപ്രവർത്തകർ ദിലീപിൻ്റെ വീടിന് മുന്നിൽ കാത്തു നിൽക്കുമ്പോൾ ദിലീപ് ഉള്ളതായി തന്നെ നമുക്ക് സംശയമുണ്ടെങ്കിലും കൂടി ഒരു വ്യക്തത കുറവുണ്ടായിരുന്നു. എങ്കിലും മറ്റെവിടെയും പോയതായി വിവരം അറിയാത്തത് കൊണ്ട് തന്നെ ദിലീപ് വീട്ടിലുണ്ട് എന്ന് ഉറപ്പിച്ചാണ് മാധ്യമപ്രവർത്തകർ കാത്തു നിന്നിരുന്നത്. കാരണം ഇന്നലെ ദിലീപ് ആലുവയിലെ വീട്ടിലുണ്ടായിരുന്നു. ഇന്നലെ രാവിലെ ആലുവയ്ക്ക് സമീപം ദേശത്തുള്ള ആഞ്ജനേയ ക്ഷേത്രത്തിൽ ദിലീപ് ഇന്നലെ ദർശനം നടത്തിയിരുന്നു. ഇതുകൂടാതെ തന്നെ ഇന്നലെ വൈകിട്ട് ഒരു സിനിമയുടെ ഡബ്ബിങ് കൊച്ചിയിൽ തന്നെയുള്ള സ്റ്റുഡിയോയിലുണ്ടായിരുന്നു. ഡബ്ബിങ്ങിന് ശേഷം രാത്രി വീട്ടിലെത്തിയിട്ടുണ്ടെന്നാണ് വിവരം അറിഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമപ്രവർത്തകർ രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെടും എന്ന കണക്കുകൂട്ടലിൽ വീട്ടിൽ മുന്നിൽ കാത്തു നിന്നിരുന്നത്. അങ്ങനെ ദിലീപ് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. രാവിലെ ഒരു കാർ വീട്ടിൽ നിന്ന് പുറത്തുപോയി. കാറിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് 2 കാറുകൾ 2 സമയത്തായി വീട്ടിലേക്ക് വന്നു. ആദ്യം വന്ന കാറിൽ ദിലീപിൻ്റെ അനുജൻ അനൂപും മറ്റു ചിലരും ഉണ്ടായിരുന്നു. അനൂപും കുടുംബാംഗങ്ങളുമായിരുന്നു നമ്മൾ കണക്ക് കൂട്ടുന്നു. ഇനി അഭിഭാഷകരായിരുന്നെങ്കിലും ആരെങ്കിലും കാറിലുണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. എന്തായാലും ഇവർ വീട്ടിൽ വന്നു. അങ്ങനെ നിർണായകമായ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമായ ചർച്ചകൾക്ക് വേദിയായി വീട്. അങ്ങനെ ഇവർ കൂടിയാലോചനകൾ ദിലീപ് രാവിലെ തയ്യാറാവുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അനൂപ് പോകുന്ന വാഹനമാണ്. ദിലീപിൻ്റെ സഹോദരൻ അനൂപ് പുറകിലുള്ള വാഹനത്തിലുണ്ട്. ദിലീപ് പോയ വാഹനം ഒരല്പം മുമ്പിലായിരുന്നു. കാരണം തിരക്കേറിയ സമയത്ത് ചെറിയ വാഹനം ബ്ലോക്കായതുകൊണ്ട് ഈ വാഹനം അല്പം പിന്നിലായതാണ്. മുന്നിൽ ആദ്യ വാഹനത്തിലാണ് ദിലീപ് പുറപ്പെട്ടത്. ആ വാഹനത്തിൽ ദിലീപും ശരത്തും ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് അനൂപ് ഉൾപ്പെടെയുള്ള വാഹനം പോകുന്നത്. ഇവരെല്ലാം ഇന്ന് കോടതിയിൽ, പ്രത്യേകിച്ച് ദിലീപും ശരത്തിനും നിർണായക ദിവസമായതുകൊണ്ട് തന്നെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. അതിനുള്ള ഒരുക്കത്തിലാണ്. ആ കോടതിയിലേക്ക് പുറപ്പെടുന്നതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഇവർ എറണാകുളത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ദിലീപ് ഇനി ഏതെങ്കിലും ക്ഷേത്രത്തിലോ മറ്റോ കയറുമോ എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. എന്ത് തന്നെയാണെങ്കിലും അഭിഭാഷകരെ കാണേണ്ടതുണ്ട്, കോടതിയിൽ ഇന്ന് ഹാജരാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിർണായക ദിവസമായതുകൊണ്ട് അതിനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ. വാഹനങ്ങൾ എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 വാഹനങ്ങളാണുള്ളത്. 2 ഇന്നോവ കാറുകളാണ്. അതിൽ ആദ്യ വാഹനത്തിൽ ദിലീപിൻ്റെ സുഹൃത്ത് ശരത്തുമുണ്ട്. നമുക്കറിയാം ശരത്തിനെ കുറിച്ച് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ്. സംവിധായകൻ ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തൽ വരുമ്പോൾ ബാലേന്ദ്രകുമാർ പറഞ്ഞിരുന്നത് ഈ നിർണായകമായ മെമ്മറി കാർഡ്, ആ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ദിലീപും സുഹൃത്തുക്കളും ചേർന്ന് ആലുവയിലെ വീട്ടിൽ വെച്ച് കണ്ടു എന്നായിരുന്നു. അങ്ങനെ ഈ മെമ്മറി കാർഡ് ദിലീപിന് കൊണ്ടുവന്ന് കൊടുത്തത് ശരത്താണെന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ ശരത്ത് എന്ന പേര് അന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൂടി ഒരു ദിലീപിനോട് വളരെ അടുപ്പമുള്ള ആൾ, കാരണം പേരന്ന് ബാലേന്ദ്രകുമാറിന് അറിയുമായിരുന്നില്ല. അതുകൊണ്ട് വളരെ അടുപ്പമുള്ള ഒരാൾ, താൻ പലതവണ കണ്ടിട്ടുള്ള ഒരാൾ, അയാൾ ഒരു VIP ആണ്. ആ VIP കാർഡ് കൊണ്ട് കൊടുത്തു എന്നാണ് അന്ന് ബാലേന്ദ്രകുമാർ പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ VIP ആരാണെന്ന് അറിയാനുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചത്. ബാലേന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തൽ
വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു FIR കൂടിയിട്ടാണ് കേസ് മുന്നോട്ട് കൊണ്ടുപോയത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണവും തുടർന്നു വരികയായിരുന്നു. പിന്നീട് ഈ കേസ് രണ്ടും ഒരുമിച്ചുള്ള അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഈ കേസിൽ നിർണായക വെളിപ്പെടുത്തലുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് നമ്മുടെ ദൃശ്യത്തിൽ ഇപ്പോൾ കാണുന്നത് അനൂപ് ഉള്ള വാഹനമാണ്. കുറച്ചുകൂടി ദൂരം മുൻപാണ്, ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം മുന്നിലായാണ് ദിലീപിൻ്റെ വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത്. ദിലീപും ശരത്തുമാണ് ആദ്യ വാഹനത്തിലുള്ളത്. ഇവർ എല്ലാവരും കോടതിയിലേക്ക് പോകാനുള്ള യാത്രയിലാണ്. നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ബാലേന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തൽ വന്ന ശേഷം ഒരു VIP എന്ന പേര് മാത്രമാണ് പറഞ്ഞത്. ഒരു VIP എന്ന് മാത്രം, VIP ആണ് മെമ്മറി കാർഡ് കൊണ്ടുവന്നത് എന്ന് പറയുന്നു. ആ മെമ്മറി കാർഡ് പറഞ്ഞതിന് ശേഷം പോലീസിന് നൽകിയ വിവരത്തിൽ ബാലേന്ദ്രകുമാർ പറഞ്ഞിട്ടുള്ളത് പേര് തനിക്കറിയില്ല VIP-യുടെ, പക്ഷേ ശബ്ദം കേട്ടാൽ തനിക്ക് തിരിച്ചറിയാം എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി ദിലീപുമായി വളരെ അടുപ്പമുള്ളവരുടെ ശബ്ദ സാമ്പിളുകൾ പോലീസ് ശേഖരിച്ച് ഈ ബാലേന്ദ്രകുമാറിനെ കേൾപ്പിക്കുകയും ചെയ്തു. അതിൽ നിന്നാണ് ഈ ശരത്തിൻ്റെ ശബ്ദം ബാലേന്ദ്രകുമാർ തിരിച്ചറിഞ്ഞത്. അങ്ങനെയാണ് ഇത് ശരത്താണ് ആ VIP എന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. അങ്ങനെ ശരത്തിനെ കൂടി പ്രതിയാക്കി കേസെടുക്കുകയും ചെയ്തു. പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ കൃത്യമായി ഇവർ തമ്മിലുള്ള അടുപ്പവും ദിലീപും ശരത്തും തമ്മിലുള്ള ഫോൺ കോളുകൾ, മറ്റ് സന്ദേശങ്ങളൊക്കെ രേഖപ്പെടുത്തി ഇവർ രണ്ടും ഒരുമിച്ചുണ്ടായിരുന്ന സാഹചര്യം, ഇവർ തമ്മിലുള്ള ബന്ധവും അടുപ്പവും ഒക്കെ കൂടി കണക്കിലെടുത്ത് പോലീസ് ശരത്തിനെ പ്രതിയാക്കി കേസെടുത്തു. അങ്ങനെയാണ് പിന്നീട് ശരത്ത് എന്നുള്ള പേര് കൃത്യമായി വ്യക്തമായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശരത്ത് പ്രതിയായിരുന്നു. ഈ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അതിൻ്റെ പിന്നാലെയാണ് മറ്റ് നിരവധി വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. ഈ ബാലേന്ദ്രകുമാറാണ് ഒരുപക്ഷെ നിർണായക ഒരു വഴിത്തിരിവ് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 കേസുകളായിരുന്നു. ആദ്യത്തെ FIR-ന് പിന്നാലെ തന്നെ ബാലേന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു FIR കൂടി ആ കേസിലുണ്ടാകുന്നു. അങ്ങനെ തുടർച്ച അന്വേഷണം നടന്നിരുന്നു. ആ കേസിൽ 15 ആദ്യത്തെ കേസിൽ പ്രതിപട്ടികയിൽ 15ാം സ്ഥാനത്തായിരുന്നു. അതായത് ഈ ശരത്ത് ലിസ്റ്റിൽ വന്നതിന് ശേഷം ഈ പ്രതികളുടെ പട്ടികയിൽ 15ാം സ്ഥാനത്തായിരുന്നു. അങ്ങനെ 2 കേസ് ഉണ്ട് നിലവിൽ. അതുമായി ബന്ധപ്പെട്ട് ഇടയ്ക്ക് ഈ 15ാം പ്രതിയായി ശരത്ത് നിൽക്കുന്ന ആ പ്രതിപട്ടികയിൽ നിന്ന് ചിലർ മാപ്പസാക്ഷികളായതിനെ തുടർന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഇപ്പോൾ 10ാം സ്ഥാനത്താണ് ശരത്തുള്ളത്. അങ്ങനെ ഈ 10 പേരും ഇന്ന് കോടതിയിൽ ഹാജരാകേണ്ടതാണ്. ആ ഹാജരാകുന്നതിന് വേണ്ടിയുള്ള യാത്രയിലാണ് ഇപ്പോൾ ദിലീപും അനൂപും. ദിലീപിൻ്റെ അനുജൻ അനൂപുണ്ട്. ഈ അനൂപാണ് ആദ്യം ദിലീപിൻ്റെ വീട്ടിലേക്ക് എത്തിയത്. ദിലീപ് ആലുവയിലുള്ള വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ ഒരു സിനിമയുടെ ഡബ്ബിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തിയതായിരുന്നു. ആ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന കോടതിയിലേക്ക് പുറപ്പെടുമെന്ന ഒരു സംശയം നമുക്ക് പക്ഷേ രാവിലെ ഉണ്ടായിരുന്നു. ദിലീപ് ഈ വീട്ടിൽ തന്നെ ഉണ്ടോ അതോ മറ്റെവിടെയെങ്കിലും തങ്ങിയിട്ടുണ്ടോ എന്ന്. ഇതിനിടയിൽ ദിലീപ് കൊച്ചിയിലുള്ള ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഒരു മുറി ദിലീപിന് വേണ്ടി ഇന്നലെ ബുക്ക് ചെയ്തിരുന്ന വിവരം ലഭ്യമായിരുന്നു. പക്ഷേ അവിടേക്ക് ദിലീപ് പോയിരുന്നില്ല, ആ റൂമിലേക്ക് പോയിട്ടില്ല. ഈ സിനിമയുടെ ഡബ്ബിംഗ് കഴിഞ്ഞ ശേഷം ദിലീപ് മടങ്ങി വീട്ടിലെത്തി. രാത്രി ദിലീപ് വീട്ടിലെത്തി. പിന്നെ പുലർച്ചെ മുതൽ മാധ്യമപ്രവർത്തകർ വീടിന് മുന്നിലുണ്ടായിരുന്നു. എന്തായാലും അതിനുശേഷം പുറത്തു പോയതായി വിവരമൊന്നും ലഭ്യമായിരുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദിലീപ് വീട്ടിൽ തന്നെ ഉണ്ടെന്ന് നമ്മൾ ഉറപ്പിക്കുന്നത്. തുടർന്ന് ആണ് വീട്ടിൽ നിന്ന് ഒരു കാറ് പുറത്തു പോയത്. ആ കാറ് പോയ ശേഷം പിന്നീട് മറ്റൊരു കാർ വീട്ടിലേക്ക് വന്നു. അതിലാണ് അനൂപും കുടുംബവും ഉണ്ടായിരുന്നത്. ദിലീപിൻ്റെ വീടിനടുത്ത് ആലുവയ്ക്കടുത്ത് ആണ് ദിലീപിൻ്റെ, അതായത് ആലുവ പറവൂർ കവല ാണ് ദിലീപിൻ്റെ അനുജൻ അനൂപ് കുടുംബസമയം താമസിക്കുന്നത്. അവിടെ നിന്നുമാണ് കാറ് വന്നത്. ആ കാറാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. KL 41 F4577 നമ്പറിലുള്ള ആ വെള്ള ഇന്നോവ കാർ. ആ കാറിലാണ് ദിലീപിൻ്റെ അനുജൻ അനൂപ് വന്നത്. ഈ കാർ ആദ്യം തന്നെ വീട്ടിലേക്ക് വന്ന് കാർ പിറകോട്ടെടുത്ത് വീടിനോട് ചേർത്ത് കാർ ഇടുന്നു. അതിനുശേഷം അല്പസമയത്തിനകം ശരത്ത് ഉൾപ്പെടെയുള്ള സംഘം അവർ മറ്റൊരു കാറിൽ, ഒരു ഇന്നോവ ക്രിസ്റ്റ കാറിൽ ദിലീപിൻ്റെ വീട്ടിലേക്ക് എത്തുന്നു. ആ കാറ് മുന്നിലും ഈ കാർ ആദ്യം വന്ന അനൂപിൻ്റെ കാർ പിറകിലുമായി 2 കാറുകൾ വീട്ടിൽ തയ്യാറാക്കി നിർത്തുന്നു. അല്പസമയത്തിന് ആ കാർ അവിടെ എത്തിയ ശേഷം എല്ലാവരും വീടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ വീട്ടിൽ വെച്ച് ഇവർ ഇന്നത്തെ മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടെ ചർച്ച നടക്കുന്നു. അങ്ങനെ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടത്തി ഒരു നിർണായക കാര്യങ്ങൾ ചർച്ചയിൽ ഉൾപ്പെടെ ഈ കോടതിയുമായി ബന്ധപ്പെട്ട കേസുകളുടെ ചർച്ചയിൽ സജീവമാകുന്നു. അതിനുശേഷം അല്പസമയത്തിനകം ഒരു 9:30 9:30 മുൻപായി തന്നെ വാഹനങ്ങളുടെ ഡ്രൈവർമാർ കാറുകളിലേക്ക് കയറുന്നു. കാറിൽ കയറി അവർ തയ്യാറായി നിൽക്കുന്നു. ഏത് നിമിഷവും കാറ് പുറപ്പെടാം എന്ന രീതിയിൽ അങ്ങനെ തയ്യാറായി നിൽക്കുന്നു. അതിനുശേഷമാണ് നമുക്ക് ആ ദൃശ്യങ്ങളെല്ലാം, നമ്മൾ ആ കാർ പുറപ്പെടാൻ തയ്യാറായി നിന്നതെല്ലാം മാധ്യമങ്ങൾ നൽകിയതാണ്, കയറിൽ ഉൾപ്പെടെ നൽകിയതാണ്.